മുംബൈയിൽ 16 പേരുടെ ജീവനെടുത്ത അപകടമുണ്ടാക്കിയ പരസ്യ ബോർഡ് സ്ഥാപിച്ച കമ്പനി ഉടമ ഭാവേഷ് ബിൻഡെ പോലീസ് മുംബൈയിലെത്തിച്ചു. ഇന്നലെ രാജസ്ഥാൻ ഉദയ്പൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഘാട്ട്കോപ്പറിൽ കൂറ്റൻ പരസ്യ ബോർഡ് വീണ് വൻ ദുരന്തമുണ്ടായത്. പിന്നാലെ ബോർഡ് സ്ഥാപിച്ച കമ്പനി ഉടമ ഭാവേഷ് ബിൻഡെ ഒളിവ് ജീവിതം തുടങ്ങി. ആദ്യം മുംബൈക്കടുത്ത് ലോണാവാലയിൽ, പിന്നാലെ അഹമ്മദാബാദ്, അവിടെ നിന്ന് രാജസ്ഥാനിലേക്ക് കള്ളപ്പേര് നൽകി റൂമെടുത്ത് ഒളിവിൽ കഴിയവേ ഇന്നലെ രാത്രിയോടെയാണ് മുംബൈ പോലീസിന്റെ പിടിവീഴുന്നത്. 8ഓളം സംഘമായി തിരിഞ്ഞാണ് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ മുംബൈ പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയത്. ബലാത്സംഗ കേസടക്കം 23 കേസുകളിൽ പ്രതി കൂടിയാണ് ഭാവേഷ് ബിൻഡെ. ഘാട്ട്കോപ്പറിൽ അനുമതിയില്ലാതെ കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചതിനൊപ്പം സമീപമുണ്ടായിരുന്ന മരങ്ങളും ഇയാൾ മുറിച്ചു മാറ്റിയെന്ന് കോർപ്പറേഷൻ കണ്ടെത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ബോർഡ് സ്ഥാപിച്ച ഭൂമിയുടെ ഉടമകളായ റെയിൽവേ പോലീസിന് കോർപ്പറേഷൻ ഈ മാസം ആദ്യം നോട്ടീസും നൽകിയതാണ്. ദുരന്തത്തിന് പിന്നാലെ നഗരത്തിലെ പരസ്യ ബോർഡുകളുടെ ഓഡിറ്റിംഗ് തുടരുകയാണ്. 40ഓളം കൂറ്റൻ ബോർഡുകൾ അനധികൃതമായി നിർമ്മിച്ചതായി ഇതിനോടകം കണ്ടെത്തി. വർഷം 100 കോടിയോളം രൂപയാണ് പരസ്യ ബോർഡുകൾക്ക് അനുമതി നൽകുന്നതിലൂടെ കോർപ്പറേഷൻ നേടുന്നത്. 24 മുംബൈ.